ഹലോ 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 എടാ ഹലോ ആ കേട്ടിട്ട് പറഞ്ഞോ. ഹലോ, ഇവിടെ ആകെ കുഴപ്പമായി. കുഴപ്പാവൂലോ, ആവട്ടെ. അച്ഛൻ പിടിച്ചു. അച്ഛൻ ആരെ പിടിച്ചു? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ അച്ഛനെ എത്ര നാളാമത്തെ ഒറ്റത്തോട്ട് കേട്ടെടുക്ക കെട്ടിച്ചു വിട്. എടാ പൊട്ട, അച്ഛൻ ആരും പിടിച്ചു എന്നല്ല, നമ്മുടെ പ്രേമം പിടിച്ചു. പ്രേമം പിടിച്ചു? നമ്മുടെ പ്രേമം പിടിച്ചു? അച്ഛൻ നിന്നെ കാണണമെന്നാ പറയണേ. അച്ഛൻ എന്നെ കാണണ? ഞാൻ വരുന്നില്ല. ആ, എന്നാ അച്ഛൻ നിന്റെ വീട്ടിലേക്ക് വരും. എന്റെ വീട്ടിക്കാ? എന്തിനാ? ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടാ നീ ഇങ്ങോട്ട് വാ. ആ പിന്നെ വരുമ്പോ കുറച്ച് വൃത്തിക്കും മെനക്കും വായോ. അത് നമുക്ക് അച്ഛനെ ഇമ്പ്രസ് ചെയ്യണം. ആ ഓക്കെ. പല്ല് തേക്കാൻ മൂട് പോയി. അവിടെ ഒരു സാധനം വെച്ച സ്ഥലത്ത് കാണില്ലല്ലോ. സമയമില്ല. അമ്മാ അമ്മാ, എന്താടാ? എന്റെ ഷൂ കണ്ട പറഞ്ഞോ? ഞാൻ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ചൂടാറുമ്പോ വന്നെടുത്തോ. നീ എന്റെ തന്നിട്ടാ എന്നോട് ചോദിക്കാൻ? കണ്ടിണ്ടെങ്കി പറ, സമയമില്ല. വല്ല പട്ടിയും കൊണ്ടുപോയിണ്ടാവും. കണ്ടിണ്ടാ? വല്ല പട്ടിയേ കൊണ്ടുപോയിണ്ടാവും. പട്ടി അടിച്ചു കൊണ്ടുപോയിന്നാ? എന്തൊരു കഷ്ടത്, ഓരോ വള്ളികൾ ഒരുമിച്ചാണല്ലോ വരുന്നത്. വരുമോ അപ്പൊ? അങ്ങനെ വരേണ്ടതാണ്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അരമണിക്കൂർ മുമ്പ് വരാൻ പറഞ്ഞതാ. 1 മണിക്കൂറായിട്ട് കാണാനില്ല. 2 മണിക്കൂർ മുമ്പ് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എടുക്കണില്ലല്ലോ. തേച്ചാ ദൈവമേ, അച്ഛനോട് ഞാൻ എന്ത് പറയും? അയ്യോ, ഓടി വന്നോണ്ട് സമയത്ത് തന്നെ എത്തി. അയ്യോ, കുറച്ച് ലേറ്റ്. കുറച്ചാ വാങ്ങിട്ടോ. നിക്ക്, ഒന്ന് പ്രിപ്പയർ ആവട്ടെ. അച്ഛൻ വന്നിട്ട് എന്തിനു നേരായിന്നറിയോ? എന്തിട്ടത്? ശ്രീധനത്താ പറക്കാൻ പോലെയുള്ള വെയിറ്റ് ഇല്ലേ ഇതിന്. ഇത് വേണ്ട? അത് വേണ്ട. അല്ല, ഇതെങ്ങനെ പിടിച്ചേ? ഇന്നലെ ഫോൺ വിളിക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. നീ പറഞ്ഞെന്റെ ബാക്കി അച്ഛനെ കേട്ടെ. നീ എവിടം വരെ കേട്ടു? നീ വീട്ടിൽ വന്ന് റൂമിൽ കയറി ഡോറ് കുറ്റിയിട്ട് എന്ന് പറഞ്ഞത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അപ്പത്തി ഞാൻ ഉറങ്ങിപ്പോയി. വേറെ ഒന്നും കേട്ടില്ലേ? വേറെ എന്തെങ്കിലും പറഞ്ഞ? അതുവരെ ഓർമ്മയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടേ പിന്നെ പിന്നെ അങ്ങനെ പറഞ്ഞ ആരാ? നീയല്ലേ? അത് ഞാൻ ആ വഴിയില്ല. നീ എന്നെ ടെൻഷൻ ആക്കല്ലേ. വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിലേ നമ്മുടെ 2ാമത്തെ കുട്ടിയുടെ നൂലുകെട്ട് വരെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ 3ാമത്തെ കുട്ടിയുടെ കാര്യം പറയുമ്പോഴേക്കും ഞാൻ ആവശ്യമായതുകൊണ്ട് ഉറങ്ങിപ്പോയി. നീ എങ്ങനെ അച്ഛൻ്റെ മുഖത്ത് നോക്കും? ആണല്ലോ, നീയല്ലേ നോക്കണ്ടേ? നീ എന്തുട്ട് മണ്ടനാ? നിനക്ക് എന്റെ സൗണ്ട് ഇതുവരെ അറിയില്ലേ? നിനക്ക് അപ്പൊ ഫോൺ വിളിക്കുമ്പോ ഒന്ന് കുറ്റിയിട്ടോട്ട് സംസാരിച്ചോടെ? ആ കുറ്റിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഇങ്ങനെ ഇട്ടാൽ ഇങ്ങനെ വീഴും. അപ്പൊ ഇങ്ങനെ ഇടുമ്പോഴേ അതൊന്നും ഇങ്ങോട്ട് ചേരിക്കാനുള്ള ക്ഷമയില്ലേ? ഞാൻ എങ്ങനെ അച്ഛനെ ഫേസ് ചെയ്യാൻ? എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ. ടെൻഷൻ അടിക്കില്ലേ? അച്ഛനൊക്കെ നമ്മുടെ പ്രായം കഴിഞ്ഞ് വന്നല്ലേ, റെഡിയാക്കാം. നീ എന്തിട്ട് പറയാൻ പോണേ? അതൊക്കെ പറയാം. അച്ഛനെ കാണാനല്ലോ. ദൈവമേ, ചാണകം ചവിട്ടിയാണല്ലോ തുടക്കം. അപശകുനം. ഈ പൊട്ടനെങ്ങടെ നോക്കണേ? കാറിലാരും കാണാനില്ലല്ലോ. നീ ആരെ നോക്കണേ? അച്ഛനത്. അയ്യോ, അണ്ണനല്ലേ? അച്ഛനല്ലേ?
അച്ഛാ ഈശ്വരാ മിന്നിച്ചേക്കണേ, നീ കവളടിച്ച് മിന്നിക്കോ? നിനക്ക് നല്ല മൂപ്പുണ്ടല്ലോ. ഡാഡി ബ്രോ. ആരുടെ ഡാഡി? ചേട്ടാ, ചേട്ടൻ്റെ മകളായിട്ട് 2 കൊല്ലമായിട്ട് ഞാൻ റിലേഷൻഷിപ്പില്ല. അന്ന് തൊട്ട് ഫോൺ വിളിയുണ്ട്. എനിക്കാണെങ്കിൽ മടുത്തു. പിന്നെ എത്ര കാലം വെച്ചാൽ ഈ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അവർക്കൊരു പെൺപിള്ളേരല്ലേ, ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ച് ചെയ്യുന്നതാ. സാധാരണ 7 കുട്ടികളുടെ നൂലിട്ട് വരെ പോവാറുണ്ട്. ഇന്നലെ 3 നിർത്തിയെന്ന്. അത് കാരണം നിന്ന് കൊടുക്കണതാ. അല്ലെങ്കിൽ പിണങ്ങുന്ന് ആകത്തോ ഇരക്കേടാവും. സാധാരണ ഞാനാണ് ഉറങ്ങാറ്. ഈ പ്രാവശ്യം ഉള്ളു ഉറങ്ങി. ചോദിച്ചു നോക്കിയാ തലടി ഒന്ന് ഉറങ്ങാറ്. ഇതാണോടെ പുല്ലേ നിന്റെ ഐഡിയ? സ്വന്തം അച്ഛനോട് മോളെ പറ്റി പറയാൻ പറ്റുന്ന കാര്യമാണത്? ഒരു കുറ്റകൃത്യത്തിൽ സ്വന്തം മക്കളെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് അച്ഛനായാലും ഒന്നഴയും. ഇത് കുറ്റകൃത്യമാണോ? കുലിച്ചതെന്ന് പറയുന്നതിന് എന്തായാലും അഴയും. അച്ഛാ, ഇഷ്ടായ? ഇല്ല. നല്ല തണ്ടും തടിയുണ്ടല്ലോ. അവനാ തടി? ആ, തടിയില്ല, പക്ഷെ തണ്ടുണ്ടല്ലോ. അത് ഞാൻ ഇന്നലെ കേട്ടു. അല്ല, തടി നമുക്ക് ജിമ്മിൽ പോയിട്ട് ഉണ്ടാക്കാം. അച്ഛൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം സ്പോൺസർ ചെയ്താൽ മതി. എനിക്ക് ഇഷ്ടായില്ലേ മോളെ. ബട്ട് വൈ? അവന്റെ കോലം കണ്ടാ നീ. ഈ മരോന്തിനെ അല്ലാണ്ട് മോൾക്ക് വേറെ ആരും കിട്ടിയില്ലേ? എനിക്ക് ഇഷ്ടായില്ലേ അവനാ. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അവന്റെ ചെരുപ്പ് കണ്ടാലറിയാം. ആ ചെരുപ്പ് പോലെ ഇരിക്കും അവന്റെ മനസ്സിന്റെ വൃത്തി. മാറി മരത്തുമ്മ തന്നെ ചാറ്റിയിരിക്കുന്നുണ്ട്. അവനും ഇന്നത്തെ പണി മോളെ പെയിന്റ് പണിയാണോ? ഏയ്, അതാ ചെവിടെ നോക്കുമ്പോ ചാരി വെച്ച കോണി പോലെ തോന്നണതാ. മോള് അവന്റെ ചെരുപ്പ് കണ്ട അതിനേക്കാട്ടിലും കുതിരയാണ് അവന്റെ മനസ്സ്. നടക്കില്ല. ഈ പീസ് എങ്ങോട്ട് പോയോ? അപ്പൊ ഇഷ്ടായില്ലല്ലേ? അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇതിലും വേദന എനിക്ക് ചേരിപ്പിടാണ്ട് വരായിരുന്നില്ലേ? പട്ടി അടിച്ചുകൊണ്ട് പോയത് അല്ലാണ്ട് ഞാൻ പറയില്ല. ഒരു 5 മിനിറ്റ് തരുമോ? ഒരു സെക്കൻഡ്, ഒരു ചാൻസ്. പോത്തെ നിന്റെ ഒക്കെ ലൈഫാടാ ലൈഫ്. ആരും പ്രസവിക്കും വേണ്ട, വെറുതെ പുല്ല് നിന്ന് ചാണകിട്ട് നടന്നാ പോരെ. പക്ഷെ നിന്നെ പെരുന്നാളിനും പൂരത്തിനൊക്കെ വെട്ടു. ചെരുപ്പിന് എന്റെ ജീവിതത്തിൽ ഇത്ര അധികം പ്രാധാന്യം ഉണ്ടാവും ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. വിളിക്കണ അവള്. ഹലോ, ഞാൻ 1 മിനിറ്റ് എന്നാ പറഞ്ഞ? ഞാൻ ഒരു ചാൻസ് എന്നാ പറഞ്ഞത്. 1 മിനിറ്റ് എന്നാ ഞാന് ഇപ്പൊ എന്ത് പറഞ്ഞാലും 1 മിനിറ്റ് ആയിട്ട് ആള് അങ്ങോട്ട് തിരിച്ചു വരണ കണ്ടില്ലെങ്കിലേ വീട്ടിൽ പോണ്ടേ? അവിടെ നിക്കുക. അതിന് ചെരുപ്പ് കിട്ടിയില്ലല്ലോ. നീയോ ഒരു മരമണ്ടി, നിന്റെ അച്ഛനോ തിരുമണ്ടൻ. വീട്ടിൽ പോവാൻ നിക്ക. അവിടെ നിക്കാണ്ട് ഞാനേ സൗകര്യം പോലെ ചെരുപ്പൊക്കെ വാങ്ങിട്ട് വന്ന് കണ്ടോളാം നിന്റെ അച്ഛനെ. അമ്മാ, എനിക്ക് ഒരു 2000 രൂപ ചെരുപ്പ് വാങ്ങാൻ തരുമോ? 2000 രൂപയാ? നിന്റെ ഉണ്ടായിരുന്നൊക്കെയോ? ആ, വെള്ള ഷൂ മേടിച്ചിട്ട് എന്റെ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ തരില്ല. ആ, അങ്ങനെയാണെങ്കിലേ പള്ളിയിൽ നിന്ന് CLC വേളാങ്കണ്ണിക്ക് പോണ്ട്. അയ്യോ, വേളങ്കണ്ണിക്ക് പോവാതിരിക്കണ്ട. അതിനുള്ള പൈസ ഞാൻ തരാം. അന്നേരം 2000. അതിന് 2000 രൂപയാ? ആ, പോണോ വേണ്ടേ? അത് നോക്കിട്ട് അയച്ചോ. പോണെങ്കി ഇന്ന് ലിസ്റ്റ് കൊടുക്കണം. എന്നുവെച്ച് ഞാൻ നോക്കട്ടെ. അതെ, വെക്കല്ലേ. മുട്ടുത്തി നേർച്ച ചെയ്തോളൂട്ടാ. ആ, അങ്ങനെയാണെങ്കിൽ ഞാൻ അയക്കാം. ഇതിലെങ്കിലും നന്നായാ മതിയായിരുന്നു എന്റെ കർത്താവേ. ഒരു മണ്ടി തന്നെ. മനസ്സിന് ഇഷ്ടപ്പെട്ട ഷൂ ഒക്കെ 2000-ന് മുകളിലാണുള്ള ഗെയിമേ. 2000 താഴെയുള്ളൊക്കെ ഒരു ഓള സാധനം. ഹലോ, ഞാൻ ഇല്ലടാ. അതെന്തി ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലല്ലോ. അല്ലടാ, അവൻ വെള്ള ഷൂ ഇട്ടാ. ഒന്നുമില്ല, എന്റെ ഒരു ഷൂ കൊണ്ടുപോയിട്ടാ. അപ്പൊ ഞാനാണെങ്കി വേറൊരു ഷൂ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. നീ ഇതെങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലേ നീ വേറെ വാങ്ങിയില്ല വെച്ചിട്ട് അവ അതങ്ങോട്ട് എടുക്കും. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. ആ, എടാ തെണ്ടി മോകു. നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? അമ്പിന്റെ ഇടയിലായിരുന്നു കേക്കണ്ടേ.
ഇപ്പൊ എവിടെയാണാവോ? ജോലിയിലെ ഗാനമേളക്ക് വെക്കൊണ്ടിരിക്കുക. ഇന്ന് നാടല്ലേ എന്റെ ജോലി. എന്റെ ഷൂ നിന്റെ വീട്ടിലുണ്ടാ? വീട്ടിലല്ല, ഇപ്പൊ എന്റെ കാലിലുണ്ട്. എടാ അതൊന്ന് തന്നറോ, എനിക്കൊരു അത്യാവശ്യമുണ്ട്. നീ പോയവിടുന്ന്, ഞാൻ ഫുൾ കോസ്റ്റ്യൂമിൽ സെറ്റാണ്. എന്റെ പൊന്നു മോനെ, നീ 2 ദിവസം കൊണ്ട് കൊണ്ടുപോയതാട്ടാ. 2 ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ഇട്ടു, ഈ ഞായറാഴ്ച ഇട്ടു. ആ ശരി, നാളെ രാവിലെ എന്നെ കഴുകി തേച്ച് മിനുക്കിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടാ. ഓ പിന്നെ നീ തരുമ്പോ എനിക്ക് കഴുകിയിട്ടൊന്നല്ലല്ലോ തന്നിരുന്നത്. അതേമാതിരി ഞാൻ തിരിച്ചുതരാം. എന്റെ പൊന്നു മോനെ, നാളെ രാവിലെ പോവും, കഴുകാൻ സമയമില്ലാത്തോണ്ടാ. അന്നൊരു കാര്യം ചെയ്യാം. എന്റെ അച്ഛൻ പട്ടായെന്ന് കൊണ്ടൊരു തീപ്പൊരി ആയിട്ടുണ്ട്. ഹൈലൈറ്റ് മാള് പോകുമ്പോ ഇടാൻ വേണ്ടിട്ട് ഞാൻ വെച്ചിരുന്നതാ. നീ ആയ കാരണം ഒരു 2000 രൂപയ്ക്ക് തരാം. നീ എന്റെ നല്ല പുതുപുത്തൻ ഷൂ എടുത്ത് കൊണ്ടായിട്ട് നിന്റെ ഒരു ഊള ചെരുപ്പ് 2000 രൂപ എന്റെ തലയിൽ വെക്കണടാ. എടാ ഞാൻ അത് ഇതുവരെ ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. നല്ലതാണോടാ? നിക്ക് 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 ആദ്യം മോനെ ഒരു 2000 രൂപ ഇങ്ങോട്ട് അയച്ചു. അതൊക്കെ അയച്ചിടാം കോപ്പ്. നിന്റെ ഈ ഊള ഷൂ മാതിരിയല്ല എന്റെ ഈ പട്ടായ ഐറ്റം. ആള് തീയ. അന്നത്തെ തായോ ഇവിടെ എവിടിക്കാന്ന് വെച്ചാ വരാം. ഓക്കെ ഓക്കെ. വള്ളികള് സ്റ്റൂ നേരത്താണോ കൊടുക്കാന്ന് പോയത് പണ്ടാരം. ജോലി പോണെങ്കി പോട്ടെ, എങ്ങനെയാലും ഈ പണ്ടാറം തലേന്ന് ഒഴിവാക്കണം. മമ്മി അതല്ല, ഒരു സാധനം പാക്ക് ചെയ്യാണ്ട്. അമ്മ കൊണ്ടേ പോരും. കൊണ്ടയിൽ താളം പോ നെഞ്ചിലെ വാഴപ്പൂ. ഒറ്റക്കല്ലൊക്കെ ഉണ്ട് ദൈവമേ. എവിടെയാണ് അവസ്ഥ? കൊഞ്ചിപ്പൂ മുത്തയിൽ താളം പൂജ. എവിടെയായിരുന്നടാ എന്റെ പൊന്നു മോനെ? എന്താടാ ഒറ്റ ഷൂവാ? ഒരെണ്ണം പട്ടി കടിച്ചിട്ട് പോയി. അതല്ല ഞാൻ നിന്നെ വിളിച്ചേ. നീ 7 മണിക്ക് വരാൻ നോട്ട് എത്ര നേരടാ? അതിനെന്തിനാ നീ ഈ ഒറ്റ ഷൂട്ട് വരുന്നത്? എടാ വരണ വയ്ക്ക് അങ്ങനെ അതിനെ കാണാണ്ടെങ്കിൽ അതിനെ മേടിച്ചിട്ട് ഇട്ടിട്ട് പോവാലോ. കളഞ്ഞൂടാ, ഇല്ലെങ്കിൽ പോണ വഴിക്ക് ആ പട്ടിക്ക് ഇട്ട് കൊടുത്തോ. ഇത് നിനക്ക് ഉപകാരില്ല, ആ പട്ടിക്ക് ഉപകാരില്ല. എന്തിനാ പട്ടിക്ക് കൊടുത്തിട്ട്? 4 കാലിലടാ പട്ടിക്ക്. അത് ശരിയാണല്ലോ. അല്ലടാ, അപ്പൊ നിന്റെ വീട്ടിൽ വേറെ ചെരുപ്പ് ഷൂ ഒന്നുമില്ലേ? ഉണ്ടായിരുന്നടാ, ഒരു പട്ടി എടുത്തോണ്ട് പോയി. വെള്ള ഷൂ. നടനാ അതാ വിദേശിയാ? ചോക്ലി. ശരിയാണ്. നീ തലക്കാണ് എടുക്കറാണ്. പട്ടായ. ഓ ഇത് ഈ പരിവാക്കിയില്ലേ? നീ എന്തിനാ ഇത് നോക്കണേ? അതിനല്ല ഞാൻ ഇത് തന്നെ. ഞാൻ വിളക്കി പോയതാടാ. ഓ അയ്യേ, എന്തുട്ടത്? ലിമിറ്റഡ് എഡിഷനാടാ. സൂപ്പർ അല്ലേ? എന്തുട്ട് ജീവിയത്? എടാ സൂപ്പറാടാ, അച്ഛന്റെ സെലക്ഷനാ. നിന്റെ കൊരവള്ളി ഞാൻ കുത്തി പിടിച്ച് ഞാൻ ചോര കുടിക്കും. ഞാൻ ബിസിനസ് പോകാൻ വേണ്ടിട്ട് അച്ഛൻ എടുത്ത് വെച്ചത്. എനിക്കൊന്നും വേണ്ടത്. എന്തുട്ട് താലിയും വാലും ചെവി ഞാൻ പറയുന്നില്ല. നിന്റെ നോക്കിയ നീ 2 ഇണസ്രാവുകൾ നോക്ക്, പല്ലും കൊമ്പൊക്കെ ഉണ്ട്. നീ വെറുതെ തന്ത വൈഭാവല്ലേ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ഇട്ട് നടക്കണേ. അല്ലാതെ പിന്നെ അമ്മായിപ്പന്റെ മുമ്പിൽ നിനക്ക് വലിയ ആളാവാ. ഇതിലേറാ പെണ്ണ്. അത് നോക്കി നോക്ക്. ഒരുമിച്ച് വെച്ച പാറ്റിയോ? കടൽ വെള്ളത്തിൽ ഇട്ടാ മതി. ചാവക്കാട് പോക്കോ നീ. നീ ഇട്ടിട്ടില്ല. തൊട്ടിട്ടില്ല ഞാൻ. ഫ്രഷ് പൊടി ഉണ്ടല്ലോടാ അതില്. ഇരുന്നിരുന്ന് പൊടി പിടിച്ചതാടാ. അതേ ഈ സാധനം എനിക്ക് ഇനി വേണ്ടട്ടാ. എന്താടാ പക വീട്ടാണോ നീ? നീ ഇത് 1-2 വട്ടം ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാൻ ഷൂ വേണ്ടട്ടാ. എന്താടാ ഒന്നിലേക്ക് നീ പൈസ കൊടുത്ത് വാങ്ങിച്ച ഷൂ ആയ കൂടിയും എന്റെ ഷൂ പോലെയല്ലേ ഞാൻ ഇങ്ങനെ കൊണ്ടുനടക്കണേ. ഞാൻ പറയില്ല, 6 മണിക്കാരെ ഷൂ പോലെ കളിക്കാണ്ട്. അതിപ്പോഴും ട്രെൻഡാടാ. ഇതാ പുതിയൊരു കാറ് വാങ്ങാൻ പറയണേ. അതെന്റെ മുത്തച്ഛൻ എന്റെ അച്ഛന് കൊടുത്ത കാറാണ്. എന്നാലും അതൊരു പഴയ കാറല്ലേ? വിന്റേജ് കാറിന്റെ വാല്യൂ അഞ്ജലിക്ക് അറിയാത്തോണ്ടാ. എന്നിട്ടപ്പോ അങ്ങനെ നടക്കണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. അതല്ല, നിങ്ങളാ മായ വന്ന് കണ്ട മിനി കൂപ്പറിലാ. നിങ്ങളുടെ പകുതി സാലറി പോലും അവളുടെ ഭർത്താവിനില്ല. എന്നിട്ടും അവളുടെ ജാട കണ്ടില്ലേ? നമ്മുടെ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. പൈസ ഉണ്ടെന്ന് 4 ആൾ അറിയണം. എന്നാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടെന്ന് അറിയിച്ചിട്ട് എന്തിനാ കള്ളന്മാര് വീട്ടിൽ കയറാനാ? നിനക്ക് നടക്കാൻ കുഴപ്പമുണ്ടോ?
ഏ എന്നാ വാ നടക്ക്. നിങ്ങളുടെ അനിയ എവിടേക്കാ വരാന്ന് പറഞ്ഞേന്ന്? നടന്നു വയ്യാണ്ടായി. നിങ്ങളുടെ അനിയ എവിടേക്കാ വരാന്ന് പറഞ്ഞേന്ന്? അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. ദാ അവിടെ ഇരിക്കാം. ഞാൻ ഇരിക്കാൻ പോവാ. ഓടിച്ചെന്ന് ഇരിക്കല്ലേ അഞ്ജലി, ബസ്സിൽ നിന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവില്ലേ? അതിനെന്താ ഞാൻ തന്നെയല്ലേ വാഷ് ചെയ്യണേ? ചേച്ചി മോട്ടർ നിറഞ്ഞോണോ? ഒന്നും മിണ്ടാതിരിക്കുക അഞ്ജലി, നിറഞ്ഞു പോണത് മോട്ടറല്ല ടാങ്കാണ്. ആരും കാണാനില്ലല്ലോ. ഈ ചെരുപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയപ്പോ എന്താ വഴി? അയ്യേ ചാണകം, ഇതിലെ പോവാം. അയ്യോ, ഇതാണ് ഇതിന്റെ പ്രശ്നം. ഒന്ന് തൊട്ടാ അപ്പ ചെളിയാവും. ഇടാനൊക്കെ ഒരു രസം ഉണ്ട് കേട്ടാ, സ്പോഞ്ച്. ആ അമ്മാമേ, അമ്മാമ ചെരുപ്പ് നോക്കിയാ. അയ്യോ സൈറ്റ് അടിച്ചല്ല, ചെരുപ്പ് നോക്ക്. തൽപ്പന കക്ഷിയല്ല. ചേട്ടാ ഫോണൊന്ന് തരുമോ? റീല് കാണാനാ. ആ കിളി പോലത്തെ ഒരു പെണ്ണുണ്ട്, കൊക്ക് പോലത്തെ ഒരു ഉണ്ടല്ലോ കൂടത്തെ വേണ്ടി. ഇനി ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മേ മഹാമായേ. അത് കൃഷ്ണന്റെ അമ്പല. ഇത് കൃഷ്ണന്റെ അമ്പല? കൃഷ്ണ അയ്യപ്പ സ്വാമി. ഒന്ന് മുട്ടി നോക്കാം. എപ്പോഴാ നട അടക്കിയ? ഞങ്ങൾ ഇവിടെയുള്ളവരല്ല. അയ്യോ ചെരുപ്പില് ചെളിയല്ലേ അത്? ചെളിയായി ചെരുപ്പില്. നോക്കണ്ട്. ഗിരി 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 ഗിരി. ആ ചിരിക്കുണ്ട്, കൊത്തുണ്ട്. ഗിരി 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 ഗിരി. ഇഷ്ടായ? എന്ത്? അല്ല ചെരുപ്പ്. ആ ചെരുപ്പായിരുന്നു അല്ലേ? ആ അതെ, ഇഷ്ടായ? ഇഷ്ടമായിട്ടില്ല. ഡോണ്ട് ടോക്ക് ടൂ മച്ച് അഞ്ജലി. എന്തിനാ വെറുതെ സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അവനൊക്കെ എങ്ങനത്തെ ആൾക്കാർ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഭർത്താവാണേ. ഓ എങ്ങനെ സഹിക്കണേ ചേച്ചി? കയ്യില് നല്ല പൈസയാണേ. ഹലോ, വിയൂർ പോലീസ് സ്റ്റേഷനല്ലേ? എൻ്റെ ഭാര്യയെ കുറച്ചു നേരം ഇവർക്ക് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനിയ ശ്രീകൃഷ്ണ ടെമ്പിൾ. യെസ് സർ. ഓക്കെ സർ. പോലീസാ? എന്തിന് പോലീസിനെ വിളിക്കണം? ഷാർക്കിന്റെ പോലെ ഷാർപ്പായ ഞാൻ അവിടെ ഇല്ലേ? നിങ്ങൾ ആര് ചല്ലിഞ്ഞത്? എടാ മണ്ട നീയാ. ഞാനപ്പ ചല്ലിഞ്ഞതു. അതൊന്നും മണ്ടല്ലേ. പോലീസ് കണ്ട വഴി ഓടിക്കോ. പോലീസ് എന്നാ ഞാനാട്ടിലെ കൂടെ നിക്കൊള്ളോ. നല്ല പൈസയാണേ. സ്കൂളിൽ പോണ്ടതാ. സ്കൂളിൽ പോകണ്ടേ? ഉപ്മാവ് മാത്രം വീട്ടിൽ എത്തിക്കാണെങ്കിൽ എന്ത് സുഖാർന്നല്ലേ? അത് അടിപൊളി. ആളെ സമ്മതിക്കണട്ടാ. കുടിച്ചിട്ട് വന്നാലേ വേർക്കില്ല. ഓ ഞാൻ എന്റെ കല്യാണം കൊണ്ട് ചെയ്യണ. താൻ എന്തിനാ ചെയ്യണത്? കല്യാണത്തിന് അതല്ല ചെയ്യേണ്ടത്. കല്യാണത്തിന് ഒന്ന് വന്നടാ, നിങ്ങൾ എത്തിച്ചു തന്നടാ. കല്യാണത്തിന് ഇങ്ങനെ വേണം അടിക്കാൻ. മനസ്സിലായ? ഇനി ഇത് അടിക്കാൻ പറ്റില്ലെങ്കിൽ അത് കണ്ട ആ ചേട്ടൻ ചെയ്യണ്ട, അത് ചെയ്താൽ മതി. സെറ്റാ. അതാണ് സ്റ്റീറിംഗ് പിടിച്ചിരിച്ചിട്ട് ഒരു കാര്യമില്ല. മിനിമം ഒരു ഹോണെങ്കിലും അടിക്കാൻ അറിയണം. ഡബിൾ മിനിമം പറഞ്ഞ പോച്ചാൽ അവസ്ഥ അറിയാലോ. അത് വേണ്ടട്ടോ. അയ്യോ നിന്നടിച്ച് വേണ്ട, ഇനി കുറച്ച് ഇരുന്നടിക്ക. അയ്യോ എന്റെ ദൈവമേ, പ്രാന്തന്നുണ്ട്. ഇതിലേ 1 2 3 കൈവിട്ടടിക്കടാ. കാല് വെക്കടാ. കല്യാണം അപ്പ ഇറങ്ങി. മതി മതി നിർത്തിയേ. ഇറങ്ങി. കാലിനൊക്കെ ഭയങ്കര കഴപ്പ്. കാലിനല്ലേ കാലിനെ കുഴപ്പ്. പറയുന്നില്ലേ എന്ത് കിട്ടി തടി കുറയണല്ലോ കേട്ടോ. സേതുടെ നമുക്ക് തടി ഒന്ന് കുറഞ്ഞു കിട്ടു. സേതുവേറ്റെന്നാ നാളെ കളിക്കാൻ പോയാലോ? ആറ്റു നട നിനക്ക് ഒരു കല്യാണം സെറ്റ് കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് കളിക്കാൻ നശിപ്പിച്ചോ? അതല്ല ഫുട്ബോള്. സോറി ഞാനെപ്പോ നോക്കിയാൽ അതല്ലടോ, നാളെ തന്നെ അമേരിക്കാനെ പോലെ കാണിച്ചിട്ട് നിർത്തിയത്. ഈ വയറ് വെച്ച് കാണിക്കണമെങ്കിലേ മേരി തൂരെ പോലെയാവും. ഈ വയറും വെച്ചിട്ട് മറ്റിട്ടിനെ നല്ലത്. ആ ഗർഭിണികളുടെ ഫോട്ടോഷൂട്ടില്ലേ? കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായി മോശമല്ലണ്ണ. അവളുടെ വയറിന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞ, നിന്റെ വയറിന്റെ കാര്യേ. ഒന്നെത്തി ചെന്നടാ.
കണ്ടത് ഭാഗ്യായി. അവനെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവനെ നീ വിളിക്കണ്ട, അവൻ വന്നോളും. എന്താ? എന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവൻ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലടാ, കണ്ടിട്ടും കാണാത്ത പോലെ പോലെ സത്യമായിട്ട് കണ്ടില്ലടാ. നിർത്തില്ലെങ്കിൽ എറിഞ്ഞെടുത്തുള്ള പരിപാടിയായിരുന്നു. അവന്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നാ? നിന്റെ കല്യാണായ അടുത്ത ആഴ്ചന്റെ കല്യാണാണ്. കുടുംബസമ്മേളനം വരണം. കുടുംബസമ്മേളനം എടാ, അവൻ കുടുംബസമയം ഉദ്ദേശിച്ചേ അവന്റെ വിദ്യാഭ്യാസ സ്കൂളുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. കണ്ട, ഈ മണ്ടനെ പെണ്ണ് കിട്ടി, നിനക്ക് ഞാൻ കിട്ടണേ. ഒരാള് കുറഞ്ഞിട്ടിട്ടാളിയാ. അയ്യോ സോറി തുമ്പ. നീ മുദ്ര കാണിക്കപ്പോ അടിച്ചുപോയി ഈശ്വരാ. നീ എന്താ അങ്ങോട്ട് നോക്ക്. കടിക്കത് നന്നായിണ്ടാ സത്യം നാവട്ടിളക്കണേ. അപ്പൊ ബോധം പോയിട്ടില്ലല്ലേ? ഉണ്ടെങ്കിലല്ലേ പോളൂ. എന്താ മീൻ മാർക്കറ്റിൽ കാണിച്ചാ ആ വാലും ചെറുക്കൊന്ന് വെട്ടിട്ട് കാണിക്കാറുന്നില്ല. ഓ തമാശ. പാട്ടിയായിരുന്നു ഇതിട്ടിട്ടുണ്ടൊക്കെ നിന്റെ കയ്യിലെടുത്ത് ഞാട്ടിട്ട് വന്ന് നിനക്കെന്താ വിളിക്കാൻ നിക്കണ്ട. ഇതിനേക്കാളൊക്കെ നല്ലതാ ഇത്. അടിപൊളി. ഇതേ പുതിയ ട്രെൻഡാ. ഇത് സ്രാവാണ്. വെറുതെ ഒരു കാര്യം ചെയ്യ, അതിന്റെ മുകളിൽ കുറച്ച് ഉപ്പ് കയറിയിട്ടേ വെയിലത്ത് കൊണ്ടുവെക്കി. അപ്പൊ ഉണക്ക സ്രാവാവും. പൾസറിയാത്ത തെണ്ടികള് കുറച്ചുകൊണ്ട് ചിരിക്കട്ടെ. ആ മൂകുത്തലയിൽ വെച്ച് തന്നതാ. എന്റെ പെണ്ണിന്റെ അച്ഛനൊന്ന് ഇമ്പ്രസ് ചെയ്യണം. ഈ ചെരുപ്പിട്ട് പോയി നടക്കോളൂ. ഒമ്പൻ സാധനം വെച്ചാൽ അവളുടെ അച്ഛനെ ഇമ്പ്രസ് ചെയ്യാൻ നീ ആര്? ആ മരത്തിലത്തെ അശോകനാ. മുടി ഫ്രണ്ടിക്കിട്ട് കറക്റ്റ് അശോകല്ലേ? ഒരു വെൺമുകിലിനു മഴ ഇതളേകിയ പൂതിര എഴകിനും ഇടയഴകാറ് അഴകേ കണ്ടാ എന്നെ മുത്തു പോണ കണ്ടാ മുത്താ. രാവിലെ എന്നെ പാറവറിപ്പൂ പന്തളത്തിട്ടോത്തി 3-6 കൊഞ്ഞവന്റെ വെയിലിമട വിഷമണ്ടാവും. നോക്കുന്ന വിഷമാവല്ല മൈര, ഇല്ലെങ്കിൽ നമുക്ക് വിഷമാവില്ലേ? ആര് നമ്മൾ ഊട്ടി വിടെങ്കിലും നമ്മുടെ അവിടെ ട്രെൻഡ് കൊണ്ടാവനാണ്. അസ്രാവിന് എന്റെ ചെയ്ത് നടക്കാലോ. അസ്രാവിന് ഇട്ടിട്ട് ഞാൻ എന്റെ പെണ്ണും കൈ പിടിച്ചിട്ട് കടൽ തീരുത് കൂടെ. കടലമ്മ കരഞ്ഞല്ല പെറ്റത്, കണ്ണീരെല്ലാം അവളല്ല കട്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. ഇവിടെ നല്ല ചീഞ്ഞ മണം വരുന്നുണ്ട്. ഇന്ന് തന്നെ സ്രാവിനെ വാങ്ങണം. അതെ വാങ്ങിക്കണം. ശരിയാട്ടാ, നമ്മുടെ ട്രെൻഡ് കൊണ്ടുവരുന്ന അവൻ ആദ്യം ബൂട്ട് കെട്ട് കൊണ്ടുവന്നപ്പോഴേ ഞാൻ മുണ്ടെടുത്തിട്ട് അവനെ കളിയാക്കി. എന്നിട്ട് ഞാൻ ബൂട്ട് കെട്ടായപ്പോ അവൻ സ്കിന്നിയായി. അപ്പൊ ഞാൻ ബൂട്ട് കെട്ടിട്ട് അവനെ കളിയാക്കി. എന്നിട്ട് ഞാൻ സ്കിന്നിയായി. അപ്പൊ അവൻ ബാഗ് കൊണ്ടു. അപ്പൊ ഞാൻ സ്കിന്നി എടുത്തിട്ട് അവനെ കളിയാക്കി. എന്നിട്ട് ഞാൻ ബാഗ് ആയപ്പോഴേ താനല്ല അപ്പൊ ട്രെൻഡ് ഔട്ടാക്കണ ആള്. ഇനി അത് അനുവദിച്ചുകൂടാ. ഇന്ന് തന്നെ പോയിട്ടൊരു സ്രാവിനെ കാണിക്കണം. ഒരയിലെങ്കിലും കാണിച്ചിട്ട് വരണട്ടാ. താൻ ആദ്യം പോയിട്ടേ ഒരു 10 രൂപയ്ക്ക് ബ്രഷ് വാങ്ങിച്ചിട്ട് ആദ്യം പല്ലേക്ക് ആ മണ്ണ് അങ്ങോട്ട് പോട്ടെ. കടലിന്റെ മക്കളാ മുണ്ടരിക്ക ഞാൻ പറയുന്നത്. എന്തിനാ കുറെ നേരം നോക്കിയിരിക്കണു? എനിക്ക് നടാൻ വിക്കറ്റ് കാപ്പ. എങ്ങനെയുണ്ട് സാധനം? ഇതേ ഞാൻ ഹോങ്കോങ്ങിൽ നിന്ന് ഇറക്കിയതാ. നന്നായിണ്ടാ? വലിയ കുമ്പൊന്നുമില്ല, നിനക്ക് കുഴപ്പമില്ല. വലിയ കുമ്പില്ലാന്നാ? ഇത് ഷാർക്കാടാ. ഇതാ ഷാർക്ക.
പിരാന്താ ഇത് പിരാനിയെ. ബിരിയാണി ഇതിന്റെ പല്ല് കണ്ടറിഞ്ഞോട് ഇത് പിരാനിയെ. പല്ല് കണ്ട ഒറ്റ നിര ശ്രാവിന്റെ വയറ് ഫുള്ള് പല്ലുണ്ടാവും. ബിരിയാണിക്ക് എവിടെയാടാ നടും പുറത്ത് കൊമ്പ്? ഇത് കൊമ്പൻ സ്രാവാടാ. അല്ലടാ നിങ്ങൾ ജെൻസി കിട്ടല്ലേ? ഈ സാധനം ഞാൻ ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? കാണാൻ ലുക്കുണ്ടാ? ഇതെങ്ങനെയുണ്ട്? ട്രെൻഡി സാധനമായിട്ടാ. നല്ല തെണ്ടി പോലെയുണ്ട്. അപ്പൊ ചെരുപ്പ് ഊരി കഴിഞ്ഞാലോ? കാലൊക്കെ പക്ഷെ മുഖം അതുപോലെ ഉണ്ട്. അപ്പൊ ഇതിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ നല്ലത് പറയില്ല എന്ന് പറയണേ. ആൾക്കാര് കണ്ട കഞ്ചാവാന്നൊക്കെ പറയൂട്ടാ. കല്യാണം നിന്റെ അച്ഛൻ പോടാ പറ്റി വരാ പോടാ ഇടന്നെ അടുത്താണ് പോക്കോ. ഇതിലൊന്നും ഇല്ലല്ലോ. അതല്ലേ ഇപ്പൊ തന്നെ. എന്താ ബ്രോ ഈ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടരുതിട്ടാ. നമ്മുടെ പ്രകൃതിക്ക് അത് ഒരു മോശമാണ്. ഇതെന്തൊരു തിന്നാൻ നീയും വേസ്റ്റ് കൊണ്ടുള്ള ഞാനാ? ഞാൻ എന്ത് ഹരിത കർമ്മസേനയാ? ചേട്ടാ ഇത് കളയാൻ ചിരിക്കാന്നോട്ടാ. എന്തിനാടോ ഞാൻ ഇതിന് നടുക്കിലായിട്ട് സ്ക്വയറിൽ തൊള്ളിടുക. എന്നിട്ട് മിനി മോട്ടർ ലീഫ് വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിബിഷനിൽ കൊണ്ട് ബോട്ടാക്കി വെച്ചാൽ മതി. പൊള്ളിക്കില്ലത്. 2000 ഞാൻ വാങ്ങിയ ചെരുപ്പില് സെന്ററിൽ തൊള്ളയിട്ടിട്ട് മോട്ടർ ഫിറ്റ് ചെയ്തിട്ട് നിനക്ക് ബോട്ടാക്കിട്ട് എക്സിബിഷനിൽ ഇറക്കണമെന്നില്ല. പോടാടുന്ന് പോയി 10 രൂപ മെഴുതിരി വാങ്ങിട്ടേ അഗ്നിപർവ്വതം ഉണ്ടാക്കിട്ട് വീടിന്റെ സെന്ററിലിട്ട് പൊട്ടിക്ക്. അതാകുമ്പോ ഒരു ദിവസം മുടക്കം കിട്ടും. അടുത്തിട്ട് പോടാ. പിള്ളേർ ഇറങ്ങിക്ക പൊതിയായ എനിക്കിഷ്ടായല്ലോ. എനിക്ക് വല്ല പ്രശ്നമില്ല. എന്തോര കടകളല്ലേ എന്റെ പൊന്നെ. കപ്പണ്ടി കപ്പണ്ടിയാ കപ്പലണ്ടി നടക്കിട് ചില ചെരുപ്പ് നോക്കണം. പെണ്ണുങ്ങളെ ചെരുപ്പ് നിൽക്കുന്ന ബാങ്ക് അമ്മ ചെരുപ്പ് നോക്കണോ? ഇവനെ കൊണ്ട് വലിയ തൊഴിലൊക്കെയാണല്ലേ. ഇന്ന് തന്നെ വാങ്ങണം. എന്തൊരു കട്ടാ ഇവിടെ ഉണ്ടായില്ലോ നോക്കാം. എങ്ങനെ കിട്ടോ വായിക്കും മലയാളം അറിയാന്ന് എനിക്ക് മനസ്സിലായേ. ഇതാണ് പാവങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്, ഗോൾഡൻ മാർക്കറ്റ്. അതിനെ ഗോൾഡൻ കൂടെ കാണാമല്ലോ. പാവങ്ങളിലിടുന്ന ഗോൾഡ് മയിലേ തുടങ്ങിട്ട്. ചേട്ടാ ഈ സ്രാവിന്റെ വായ പോലത്തെ ചെരുപ്പുണ്ടോ ഇവിടെ? ഇല്ലേ ചേട്ടാ ഇവിടുന്ന് കാണാൻ തിരിയണ കാവടി. ഇന്ന് തന്നെ വാങ്ങണെന്ന്. എന്തൊരു നോക്കാം. ശരിടാ ശരിടാ. നമുക്ക് കാര്യം ചെയ്താലോ? നമുക്ക് അവനടുത്ത് ചോദിച്ചാലോ എവിടുന്ന വാങ്ങിച്ചേന്ന്. അവനെ നോക്കിട്ട് അവന്റെ അടുത്ത് തന്നെ ചോദിക്കേ. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ. തൃശ്ശൂർ എനിക്ക് വേറെ സ്ഥലമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ തൃശ്ശൂർ മീൻ മാർക്കറ്റ് പോട്ടെ 2 ഉണക്ക സാധനം കാലും സെറ്റ് ആക്കിയാലോ? മണ്ണടിക്കില്ലേ? അതിനോട് ഊത് വാങ്ങിച്ച് പരട്ടാലോ? നിങ്ങളുടെ ബുദ്ധി റോക്കറ്റ് തന്നെ. നല്ല ബ്യൂട്ടിഫുൾ ക്യാറ്റ് ഉണ്ടല്ലേ? നിനക്ക് എത്ര വയസ്സായടാ? നിനക്കറിയില്ലേ നിന്നെക്കാളും 1 വയസ്സ് കുറവ്. നിന്റെ അടുത്ത് ഒരുമാതിരി PSC ക്വസ്റ്റ്യൻ കളിക്കാനല്ല പറഞ്ഞേ. ചോദിച്ചതിന് ആൻസർ പറഞ്ഞാൽ മതി. നിനക്ക് മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടാ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് മറ്റേ നടക്കുമ്പോ പീപ്പിന്ന് സൗണ്ട് ഉണ്ടാവണ മറ്റേ ലൈറ്റ് കത്തുന്ന ഷൂസ് കിട്ടിയില്ലേ? അതും ഒരു ചെയ്യേറ്റയുടെ ഫോൺ ഒപ്പിച്ചിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവാ. അച്ചപ്പ തന്നെ കെട്ടിച്ചേരും. സാധനങ്ങള് ഞാൻ മതി. നിനക്ക് എന്നെ ഒഴിവാക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് പറയും. ഇത് ഓരോ ചെറിയ കാര്യത്തിന് ഈ മെച്യൂരിറ്റി പോരാ, ചെരുപ്പ് പോരാ, കോപ്പ് പോരാന്നുണ്ട്. നിനക്ക് ഞാൻ പറയണ മനസ്സിലാവണില്ലേ? നമ്മൾ റിലേഷൻഷിപ്പിലായിട്ട് 4-5 വർഷം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അത്രയും സീരിയസ് ആയ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോണേ. കാര്യങ്ങളൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യും. ഒന്നും വേണ്ട, നിനക്ക് കുറച്ച് സ്ഥിര ബുദ്ധിയിൽ പെരുമാറാൻ പറ്റുമോ? ഞാൻ അത്രയും ഫെഡപ്പായിട്ടാ പറയണേ.
ഹലോ. ഹലോ, നീ എവിടെയാ മീരയുടെ ഫംഗ്ഷന് പോണ്ടേ? ഞാൻ വീട്ടിൽ റെഡി ആയി നിൽക്കണു. ഞാനത് മറന്നു. ഞാൻ എവിടേക്കാ വരണ്ടേ? പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ വന്നോളൂ കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് ഒരു ലവേഴ്സ് ഒക്കെ വരുന്ന. അവരൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആൾക്കാരാ. എനിക്ക് നിന്നെ അവരുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളതാ. നീ രാവിലെ ഇട്ട് വന്ന പോലത്തെ ഓരോ സാധനങ്ങൾ ഇട്ട് വന്നിട്ട് വെറുതെ അവരെ കൊണ്ട് എന്നെ കളിയാക്കിപ്പിക്കരുത്. അല്ല, ഇനി മോൻ അതിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വരണമെന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ബ്രേക്കപ്പ് ആയി പറഞ്ഞോളാം. വെറുതെ എന്തിനാ കളിയാക്കല് കേൾക്കാൻ വേണ്ടി ഒരു കോമാളിനെ കൂടെ കൊണ്ട് നടക്കണേ? എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കറുകവയൽ കുറുവി കുറിവാലൻ കുറി മുറിവാലൻ കുറുവി കൊളക്കോഴി നീ എന്താ ആ കൊക്കുണ്ടല്ലോ. ഇതൊക്കെയാണ് ലൈഫ് മക്കളെ, ആസ്വദിക്ക്. ദുബായിൽ ഇങ്ങനെയൊന്നല്ല. ഇനി എന്ന് വരാനാ ഞാൻ? അമ്മിണ്ണി നീ കിടക്ക്, ചിമ്മിണ്ണി ഞാൻ കെടുത്താം. ദൈവമേ, ഫോൺ കളിച്ച് പ്രാന്താ. എന്തൊക്കെ ഞാൻ പാടണ? ഇനി എന്ന് വരാനാ? എന്നായി പാടും എന്നൊക്കെ കാണണൊക്കെ അടി കുളിച്ചാലോ പറഞ്ഞ. വേണ്ട, പോവാ സമയം. കിച്ചു കിച്ചുടാ വന്ന ശീലേ. കിച്ചു കിച്ചു അടിച്ച് മെൽറ്റാണല്ലോ ഭഗവാനെ. പിന്നെ എന്നാ കിട്ടാൻ? എന്തായാലും ഒരെണ്ണം പൊട്ടിയിട്ട് വരാം. എന്തിട്ടിട്ട് തിരിച്ചു കൊടുക്കണേ? ഇനി കുറച്ച് വല്ല ധാരണണ്ടാ? ഉഡിങ്ങ കൈ വെച്ചിട്ട് ചലക്കാണ്ടിക്കടാ. ഈ ഒറ്റ കൈന്നെ ധാരാളം. ഇവിടെ കഴിഞ്ഞ വല്ല മീൻ കിട്ടൂ? ഒരു പട്ടി കുഞ്ഞിനെ പോലും കാണാനില്ലേട്ടാ. വെള്ളം കണ്ടറിഞ്ഞോടാ, നിറച്ച് മീനാ. കൊത്തു വെള്ളം കണ്ടതിനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റും. ഹലോ, ഞാൻ വീട്ടിലെത്തിയിട്ടില്ലടി. ഇവിടെ ഒരു തെണ്ടിയുടെ ഒപ്പം മീൻ പിടിക്കാൻ വന്നിട്ട് കൊച്ചിയിൽ വെയിലടിച്ചിരിക്കുക. മീനാ? മീൻ പോയിട്ട് ഇവിടെ ഒരു തുപ്പനകുത്തിനെ പോലും കാണാനില്ലേ? സൗണ്ട് ഏട്ടാ, മീൻ കൊത്തില്ല. മീനായി ചെയ്തിട്ടുണ്ടോ സൗണ്ട് വെക്കാൻ? ഈ ചകളില് ഞങ്ങളെ ചെവിയാണോ? കേട്ടിട്ടില്ലേ ചകളാൻ വേണ്ടി കിട്ടുക? ഈ ചകളാന്ന് വാ തുറക്കാണ്ടിരിക്കോ? നീ വാ തുറന്നാ ശബന. വെറുതെ ഒരു മീൻ പോലും കൊത്താതായ എനിക്ക് പണ്ടാര കേട്ടോ. നോക്കി ഇതിന് കോടന്നെ അബദ്ധായി. മീൻ കുത്തി തന്നു. ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ലേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീയല്ലടാ അവിടുത്തെ പോയാണ്ട ശാകൂനം പിടിക്കാനായിട്ട്. ഇനി ഇവിടുന്നൊന്നും കിട്ടാല്ല. വാ വീട്ടിക്കാണാ? വീട്ടിക്കാ? അവിടെ നല്ല പാടുണ്ട്, അവിടെ പോയിട്ട് പിടിക്കാം. അമ്മ ചട്ടിയും കഴുകി കത്തിയും കൈ പിടിച്ചിരിക്കുക. ഞാൻ കൊണ്ടുവരാൻ മീൻ നോക്കിട്ട് പായും. അവിടെ പോയിട്ട് പിടിക്കാം. എന്താ കേസ്? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. അല്ല നീ എന്താ വിട്ടിരിക്കണ? എന്താ മെൽറ്റാ? നീ ഒന്നുമില്ല. പോകുമ്പോ അത്ര പ്രശ്നം ഉണ്ടായിരുന്നല്ലോ നിനക്ക്. ഞാൻ തുറന്നാരം അവിടെ നിന്നിട്ട് കൈ കാണിച്ചത് തന്നെ.
ഇല്ലടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സീനൊന്നുമില്ലടാ, ഞാൻ വെറുതെ ഇരുന്ന. നീ എപ്പോ വന്ന്? അത് വിട്, ഞാൻ ഒരാഴ്ച നിന്നെ ഞാൻ ഇത്ര നേരം ഇവിടെ കാറി വിളിച്ച് നീ കണ്ടില്ല. എവിടെ? ഞാൻ വെറുതെ പടങ്ങണ വന്ന്. ഇതിട്ടടിച്ചൊരു കഷ്ണം താടാ. ഞാൻ വെറുതെ റിലേഷൻഷിപ്പും കിടാവിന്റെ വരെ കേസ് ആലോചിച്ച് മൈൻഡ് പോയിട്ടിരിക്കുക. അത് വിട്. അല്ല ഇന്നലെ ഞാൻ ഇന്നലെ ടൗണിൽ നിൽക്കുമ്പോൾ ആരാന്ന് ചോദിച്ചത്, നമ്മുടെ ജമ്പനും തുമ്പനോ അമ്മാരെന്നിട്ട് നീ ട്രെൻഡ് ചെരുപ്പ് ഇറക്കിന്നാ എന്തൊക്കെയാ പറഞ്ഞത്? എന്നിട്ടത് സോക്സാ ചെരുപ്പോ? ചെരുപ്പിടാണ്ട് ഇവിടെ വന്നൊക്കെ ഡാളിയാ ഇന്ന് വൈകിട്ട് നാട്ടിൽ പോ, ഒരു കഷ്ണം താടാ. അല്ല അവന്മാര് ഞാനിട്ട ചെരുപ്പ് തപ്പി കിടക്ക. ആന്ന് ഞാൻ തിരിച്ച് ഗൾഫിൽ പോവല്ലേ, അപ്പോൾ കുറച്ച് പേർക്ക് പേര് അടിക്കാൻ ടൗണിൽ പോയതാ. പോയപ്പോൾ ഇവന്മാരും മറ്റേ ടൗൺ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് സ്രാവിൻ്റെ അതേപോലെ തന്നെ എന്തൊരു ചെരുപ്പ് അന്വേഷിക്കും. നോക്കിയപ്പോൾ നീ എന്തൊട്ട് കിടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേ. ആ കടയുണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. എന്നോട് പറയാം ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരാൻ. എനിക്ക് അവിടുത്തെ മംഗലവേട്ടയാണുള്ളത്, ഇവർക്ക് ഇത് കൊണ്ടുവന്ന് കൊടുക്കാൻ. എനിക്കിപ്പോൾ തന്നെ പണി. നീ ഇവിടെ എന്തെങ്കിലും കട പറഞ്ഞു കൊടുത്ത മരോട് പോയി മേടിച്ചോട്ടെ. ഒന്നാമത് വൈകുന്നേരം വരുമ്പോൾ തന്നെ അണ്ടിപ്പരിപ്പും ടൈഗർ പാമ്പ് വെച്ചിട്ട് പെട്ടിയിൽ സാല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ തിമംഗലവേട്ടയ്ക്ക് പോകണ്ട, നിനക്ക് സാലറിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അവരിട്ടപ്പോൾ നിനക്ക് എന്താ പ്രശ്നം? അവരും ട്രെൻഡിൻ്റെ ഒപ്പം പോട്ടറാ, നിനക്ക് എന്താ പ്രശ്നം? എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. അവന്മാര് ഞാൻ ഇട്ട് ചെന്നപ്പോ എന്നെ തൂക്കിന്ന്. അതുണ്ടായി തൂക്കി കാലം പരിശാക്കി. അവരെന്നെ ചടക്കണല്ലോ. എന്നിട്ട് അവന്മാരെന്തെങ്കിലും ആവട്ടോ, പക്ഷെ നമ്മുടെ ഒപ്പം നിൽക്കേണ്ട പെണ്ണ് വരെ കളിയാക്കി. ഇമാതിരി ഓരോ സാധനങ്ങൾ വാങ്ങിട്ട് മെച്ചൂരിറ്റി ഇല്ലാന്ന് വേണ്ടേ ഇപ്പൊ തേപ്പിന്റെ വക്കത്തെത്തിക്ക. ആന്ന് പണ്ടര കളഞ്ഞ് ഞാൻ അതേ പോണു. നമ്മൾ പറയണ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെങ്കിലില്ലേ? അതുമില്ല. പട്ടി വില തേക്കാൻ കാത്തിക്കാർന്നു അർത്ഥം. എടാ ഇതില് പറഞ്ഞ കഥ കേട്ടല് രണ്ട് കാര്യമുണ്ട്. ഒന്ന് നിന്റെ പെണ്ണ്, മറ്റേത് കൂട്ടുകാര്. പെണ്ണിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, കാരണം എനിക്ക് പെണ്ണില്ല. പക്ഷെ കൂട്ടുകാർ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നീ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വന്നു, അവർ പറയും എന്തിട്ട് ഉള്ള ഡ്രസ്സടാ, എന്നിട്ട് അവർ ഇതുപോലെ തന്നെ മേടിച്ചിട്ടിട്ട് കിടക്കും. അപ്പോൾ നീ ഒരു കോമാളിയുടെ വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഓമ്പോ കീട്ടിലും സാധനം കളിയാന്നിട്ട് നിന്നെ കൊണ്ടു നടക്കും. അവർക്ക് നിന്നെ കോമാളിയിട്ട് കൊണ്ടു നടക്കാൻ ഇഷ്ടം. നമ്മുടെ ലൈഫിൽ നമ്മൾ മുമ്പിക്കാൻ കുറേ പേരുണ്ടാവും. ഇതുപോലത്തെ കൂട്ടുകാരൊക്കെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി ഒഴിവാക്കുക. അതിലും നീ ഒറ്റയ്ക്ക് കിടക്കുക. അതിൻ്റെ അത്ര സമാനം നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനിപ്പോ ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ, അവള് ഇഷ്ടപ്പെടണം. ശരി, സമ്മതിച്ചു. അവള് ലൈനാണല്ലോ. ഇത് അവളുടെ അച്ഛൻ, അവളുടെ അമ്മ, അവളുടെ വല്യമ്മ, മേമ, നാത്തൂനി, പിന്നെ പാലക്കാട് എടുക്കുന്ന ഞാൻ പറയില്ല, എല്ലാരും ഇഷ്ടപ്പെടണമെന്ന്. തല്ല ഓടിച്ചാലോ ഇവിടുന്ന്. അല്ലടാ അതൊക്കെ വിട്, അതൊക്കെ പോട്ടെ. നീ ഒരു ചെരുപ്പ് മേടിച്ചു, കൂട്ടുകാർ തൂക്കി പെണ്ണ് തൂക്കി എന്നൊക്കെ കൊണ്ട് നീ കളഞ്ഞു. നീ ആ ചെരുപ്പ് ഇഷ്ടമായിട്ടില്ല മേടിച്ചത്? നിനക്കത് ഇഷ്ടമായിരുന്നോ ചെരുപ്പ്? സത്യം പറഞ്ഞാൽ എനിക്ക് തലയിൽ പെട്ടതാ, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഈ തലയിൽപ്പെട്ടതൊക്കെ ഇഷ്ടപ്പെട്ട കുറേ നീ കഷ്ടപ്പെടും. എടാ നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിനക്ക് വേണ്ടി നീ വിചാരിച്ച പോലും ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ. നാട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഞാൻ പണ്ട് വീട്ടിലുള്ള ദാരിദ്ര്യം കൊണ്ട് ഒരു വർഷത്തേക്ക് ദുബായി പോയതാ. അപ്പോൾ 11ാമത്തെ വർഷം ഞാൻ പോകണം. മനസ്സിലായില്ലേ? പണ്ട് ഒരു മഹാകവി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനും പെറ്റമ്മ തൻ ഭാഷ തൻ. കേട്ടിട്ടുണ്ടത്? സ്കൂളിൽ പോകേണ്ടി ഇത് കേൾക്കും. എടാ നാട്ടിലെന്തേലും വകുപ്പുണ്ടെങ്കിൽ ഇവിടെ നിൽക്കന്നെ നല്ലത്. നീ ഒരിക്കലും പുറത്തു പോരുത്. എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാനിന്ന് വൈകിട്ട് പോവല്ലേ. ഞാൻ എൻ്റെ വിഷമം പറഞ്ഞ എനിക്കും തിരിച്ചു പോകാൻ നല്ല വിഷമമുണ്ട്. അല്ലാത്ര നേരം നീ വിഷമം പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലേ? എൻ്റെ വിഷമം നീ കേട്ടാ? ഇതാണ് ഈ നാട്ടുകാർ തെണ്ടികളൊക്കെ സെൽഫിഷാ, സ്വന്തം കയറുള്ളൂ. എൻ്റെ അറബികളിനെ നല്ലത്. ഞാൻ ഒന്ന് പോവാ. മനസ്സിലായില്ല. നീ എന്തേലും പറ, ഞാൻ പോവാ. എടാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അതൊക്കെ പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ് ലൈഫ്. അത് ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, റിലേഷൻഷിപ്പിലായാലും. അപ്പോൾ നീ നിന്റെ നിലയ്ക്ക് നിൽക്കുക, നിന്റെ ലൈഫിൽ ഉറച്ചു നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അടുത്ത വരെ കാണാം. പോട്ടെ, പോയിട്ട് വരാം. ഓക്കെ. In the night we dream and sway. മീനാണത്? നീയല്ലടാ പറഞ്ഞതിലൊന്നുമില്ലെന്ന്. അതിന്റെ ഫ്രണ്ടിൽ കിട്ടോക്ക്. Echo through the trees, whispers carried by the breeze. Mystic rhythms set us free. In the night our souls at ease. നമുക്ക് കൊത്തണ സാധനം ഇറങ്ങി പിടിച്ചേക്കണേ.
അതിന് കിട്ടണമെങ്കിലേ ചൂണ്ടിട്ടിട്ട് കാര്യമില്ല, ഇറങ്ങിനെ പിടിക്കണം. അതിനിപ്പോ എന്താ നമുക്ക് ചാടാറാ. പൊട്ടാ നിന്റെ കൈ ഒടിഞ്ഞൊക്കെയല്ലേ, നീന്താൻ പറ്റുമോ? വീട്ടില് പറയണോ അത് ഫ്ലക്സ് അടിച്ചിട്ട് വീട്ടുകാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം? എന്തായാലും അവൻ്റെ ഒരു കൂടെ ഫോട്ടോ തന്നെ വയ്ക്കണം. ഹലോ, എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഒരു പ്രശ്നമില്ലാത്തപ്പോൾ നമ്മുടെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യാൻ നല്ല സ്നേഹം. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മളെ ഒഴിവാക്കാണ്ട് ഒപ്പം നിൽക്കണതാണ് സ്നേഹം. ഇത്ര നാളും നീ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. എൻ്റെ മെച്ചൂരിറ്റി കോപ്പ്. അതേ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുള്ളൂ. നിന്നെ കെട്ടാൻ വേണ്ടി നിന്റെ അച്ഛൻ്റെ ഇഷ്ടത്തിനോ നിന്റെ കുടുംബക്കാരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ കിട്ടില്ല തൽക്കാലം. അതെന്നെയാ പറയണേ. നീ നിന്റെ അച്ഛൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിലേ അച്ഛൻ പറയണ ഒരാളെ കെട്ടിട്ട് ജീവിക്കും. നമ്മൾ പരസ്പരം മനസ്സിലാക്കണ ഒരാളെ കെട്ടി ജീവിക്കുന്നതന്നെ നല്ലത്. വെള്ളത്തിൽ ചാടിയിട്ട് ആകെ ബ്രാലിന്റെ മണായില്ലോ. വെള്ളരി തന്നെ തിന്നാലും വെള്ളരി തന്നെ കിടന്നാലും പൊന്നിലും പൊന്ന നാട്ടും കൂട്ടി തന്നെ നാനായി പാലത്തിൻ്റെ അടിയിൽ പള്ളത്തിണ്ട തുപ്പലം കൊത്തല്ലേ അത്. തിന്നാട്ടാ. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു തന്നാനം തന്നെ. കണ്ടറിഞ്ഞോടാ ഡ്രസ് ഉണക്കാ. ഓ, നല്ല ഉണക്കാൻ പറ്റിയ സ്ഥലത്താ. അവിടെ ഒരു നീർക്കാക്കിയിരിക്കുന്നുണ്ട്, അതിൻ്റെ ഓർത്തോ നപ്പായിട്ട് ഉണക്കി തരും. ഉണക്കാനായിട്ട് ഇതെങ്ങനെയെന്നാണ് ഞാൻ ചെരുപ്പ് വെള്ളത്തിൽ പോയിടാ. ഇഷ്ടായില്ലേ? നല്ല രസമുണ്ട്. കളിയാക്കി ചിരിക്കണ പോലെയാണല്ലോടോ. തലയാത്തോ പൊന്മാവന്റെ പൊന്മാൻ തലതാത്ത്. എവിടെ അത് പൊന്നൻ ചേട്ടനല്ലടാ. ഈ പൊന്മാൻ വരാണെങ്കിൽ ഞാൻ ഇതിന് കുഞ്ഞാണ്. മീന് കൊത്തിയോണ്ടു. കൂട്ടുകാരെ രണ്ടുതരം. നല്ല സാധനത്തിന് കുശിമ്പോട്ടും മോശം പറയുന്ന തെണ്ടികളും. മോശം സാധനത്തിന് തലയിൽ വെക്കാനായിട്ട് നല്ലത് പറഞ്ഞ കൂടുതൽ. നിനക്ക് ഈ ചെരുപ്പ് ഇഷ്ടമായെന്നല്ലേ പറഞ്ഞേ? എന്റെ വീട്ടിലെ ചേട്ടന് വാങ്ങിയൊരു പേരുണ്ട്. നിനക്കാണെങ്കിൽ ചെരുപ്പില്ലല്ലോ, ആൾക്കാണെങ്കിൽ പാകാവണില്ല. നീ ആയതുകൊണ്ട് പകുതി പൈസക്ക് ഞാൻ തരാം. എനിക്ക് വേണ്ടട്ടാ. എടാ, ഇതാവുമ്പോ നിനക്ക് എപ്പോ നോക്കിയാലും ചിരി വരൂട്ടാ. എന്തായാലും വിഷമം വന്നാൽ വെറുതെ ഒന്ന് നോക്കിയാ മതി. ഏത് എടുക്കട്ടെ? എനിക്ക് വേണ്ടട്ടാ. അപ്പൊ നിനക്കറിയാം ഇത് ഊള ചെരുപ്പാന്ന്. നീ എന്തുട്ട് ഫ്രണ്ടടാ. വെറുതെ ഇട ഗതി പിടിക്കാണ്ടിരിക്കണേ. ഇമാതിരി നശിച്ച മനസ്സിലായി. എന്റെ ഒരാള് ഒരു ഊള സാധനം ഇട്ട് കിടക്കുമ്പോ സപ്പോർട്ട് ചെയ്യാ. പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് പറയണം. അതാണ് ഫ്രണ്ട്ഷിപ്പ്. എന്റെ വണ്ണം കണ്ട, എന്റെ കാലിന് നീളം എത്ര ഉള്ളോ, പക്ഷെ വീതി കൂടുതലാ. ഞാൻ സാമ്യൊന്നുമല്ല,
പക്ഷെ എന്റെ അളവന് ചെരുപ്പ് കിട്ടാണ്ട. ഞാനിത് എന്നൊരു തപ്പി തരും. എനിക്ക് ഈ ചെരുപ്പ് അത്ര ഇഷ്ടമായിട്ടാ ഞാൻ ചിരിച്ചത്. ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ നാട് മൊത്തം തണ്ടണം. ഉണ്ടെത്താണ്ട് കൂട്ടിയടിച്ചതാ. എല്ലാരും കളിയാക്കും. എനിക്ക് എന്നാലും കുഴപ്പമില്ല. എനിക്ക് ചെരുപ്പ് പാകാവാത്ത കാരണം കൊണ്ടാ. എല്ലോളം വിഷമങ്ങളും മനസ്സിൽ ഇല്ല. ഞാൻ സത്യം പറഞ്ഞ എന്റെ എല്ലാ കൂട്ടുകാരും എന്നെ കളിയാക്കി ചെയ്ത നീ മാത്രം പെട്ടെന്ന് നല്ലത് പറഞ്ഞപ്പോ ഞാൻ എന്നിട്ട് വിചാരിക്കുക ചേട്ടനെ കളിയാക്കില്ല. ഓട്ടറ നീ നമ്മളെ ചെക്കല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ആ മനസ്സിലാക്കില്ലേട്ടാ. നീ ഒന്ന് ഇട്ട് നോക്കണ്ട ചെരുപ്പ്. ഒന്ന് ഇട്ട് നോക്കടാ. നീ ഇട്ട് നോക്കിയതുകൊണ്ട് ഇത് വലുതാവും. ഞാനേ ഈ സൈറ്റ് നോക്കിട്ടേ നിന്റെ സൈസ് ഉണ്ടെങ്കിൽ നോക്കാം. നിന്റെ സൈസ് എത്ര? അപ്പൊ ചേട്ടൻ്റെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ വെറുതെ പറഞ്ഞല്ലടാ. നിന്നെ അങ്ങനെ വലിച്ച് നടക്കാൻ. നീ പണ്ടത്തെ പോലെ ചേട്ടാ ഒരു കാര്യത്തില്ല. നേരത്തെ എത്തിയാ? നീ എന്താ കാണണമെന്ന് പറഞ്ഞ? എന്റെ ശബ്ദത്തിലും ഭാവത്തിലും ഒരു മാറ്റം. മാറ്റം ഉണ്ടല്ലോ. എന്തൊക്കെയാ എന്നോട് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പായത്തൊക്കെ പറഞ്ഞപ്പോ സമാധാനായ? എപ്പോഴും ഞാൻ നിന്നെ കാണാനല്ല വരാറ്. ഇന്ന് നീ എന്നെ കാണാൻ വന്നില്ലേ? സമാധാനം ഉണ്ട്. ഞാനത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയതാ. നിനക്കത് ഇത്ര വിഷമമൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് നീ ട്രെൻഡി ആയി ചെരുപ്പിടണ്ടെന്നോ അല്ലെങ്കിൽ വില കൂടിയ ചെരുപ്പിടണമെന്നോ അല്ല. ഇടുന്ന ചെരുപ്പ് ഏതായാലും നീറ്റായിരിക്കണം. അത് വൃത്തിയുടെ ഭാഗമാണ്. അത്രേ ഉള്ളൂ. നീ അന്ന് വിളിച്ച ദിവസം എന്താ ഉണ്ടായെന്ന് എനിക്കറിയോ? നിന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഒരു ഷൂ കാണാനില്ല. പട്ടി അടിച്ചുകൊണ്ടായി. നിന്റെ സമയത്തിന് ഞാൻ അപ്പൊ വില കൽപ്പിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ചെരുപ്പിട്ടിട്ട് വന്നത്. അപ്പൊ നീ ചോദിക്കാൻ എൻ്റെ അടുത്ത് വേറെ ഷൂ ഒന്നും ഇല്ലായിരുന്നു. വേറെ ഷൂ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. അത് ഞാൻ ആ ഫ്രണ്ട്ഷിപ്പിൽ വില കൽപ്പിക്കുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ക്വാളിറ്റീസ് ആയിട്ടാണ് കാണുന്നത്. ഒന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊക്കെ ഓക്കെ അല്ല. ഒരു സമയത്തിന്റെ കേസ് പറഞ്ഞില്ലേ? എന്നെ അച്ഛന് 1.5 മണിക്കൂർ പോസ്റ്റ് ആക്കിയത് എന്തിനാ? കൂട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? അത് തിരിച്ചു കൊണ്ട് വയ്ക്കുമ്പോൾ പെട്രോൾ അടിച്ച് വെക്കേണ്ടത് അവരുടെ മര്യാദയാണ്. ഞാൻ എവിടെ കമ്മിറ്റ്മെന്റ് കാണിച്ചാലും എനിക്ക് ഇങ്ങനെ കിട്ടണേ. എന്റെ കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ കൂടം കൊണ്ടാ കിട്ടിയ തലക്ക്. ഇട്ടോക്കാൻ തരൂ? താടാ ഒന്ന് ഇട്ടോക്കട്ടെ. ഇല്ല, അത് പാകാവില്ല. അത് പാകാവില്ല എന്ന് പറഞ്ഞില്ലേ? ഏത് കാലിടും? എന്റെ കാലിന് വിട്ടില്ല. അത് വലതാ. വലത് നല്ല രസം. വാലൊക്കെ ഇത് താഴെ മതി. നീ എന്നെ ഊക്കിയതാണോ? നമ്മുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ലൈഫ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴേ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ തന്നെ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വരൂടാ.
എടാ ഞാൻ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ അപ്പൊ എനിക്കൊരു ദുഃഖം വരുന്നു. അപ്പൊ ദുഃഖം ആലോചിച്ചിരുന്നാ പോലെ അപ്പൊ സന്തോഷം വരില്ലേ? പോടാ അവിടുന്ന്. ദുഃഖം അങ്ങനെ ആലോചിച്ചാൽ ദുഃഖത്തോടെ ദുഃഖായിരിക്കും. അത് ശരിയാട്ടാ. സ്കൂളിൽ കുറച്ചാള് അടിയൊക്കെ കിട്ടാണ്ട് സന്തോഷമായി പോകും. ഏത് അടിയൊന്നും കിട്ടണില്ലല്ലോ. അതെന്നാൽ അന്ന് നല്ല അടിയും കിട്ടും. ട്യൂഷന് വരാഞ്ഞേ അതിന് വൈകിട്ടില്ലേ? വൈകിട്ടാ? രാവിലെയാണ്. ഞാൻ അച്ഛനോട് വരണാണല്ലേ. അപ്പൊ വേണ്ടാ നാക്കെടുത്ത് തൊള്ളലിട്ടില്ലോടാ. അപ്പൊ തന്നെ അടിയായില്ലോ. ട്യൂഷൻ വരെ തേങ്ങലിക്കും. എന്റെ ചെക്കനെ നാശാൻ കൂടെ കൊണ്ട് നടക്കാം. ഉടായ്പാണെങ്കിൽ വരും വീട്ടിലേക്ക്. എന്ത് പാടുന്നു? 100 മേനിയായില്ലേ പ്രാവശ്യം? അതെ. എനിക്കെന്നെ ഓർമ്മയുണ്ടവനെ. അയ്യോ എനിക്ക് മനസ്സിലായി. അവന്റെ അച്ഛനല്ലേ? അതല്ല, നീ കൃഷ്ണന്റെ അനിയനല്ലേ? ആ. എനിക്കെന്നെ മനസ്സിലായ? ഇല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. ആ ഇഷ്ടം പറഞ്ഞ വീട്ടിലേക്ക് വിളിച്ചപ്പോ നീ എന്നെ വിളിച്ച് വരട്ടായിരുന്നു. ഓർമ്മയുണ്ട? ഹലോ വൈചേട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നടാ. മറുപടി ഒന്നും പറഞ്ഞില്ലേട്ടാ. വൈചേട്ടാ കൊന്നെന്തിനു പറയാൻ വേണ്ടി ഇനി ഇതിലേക്ക് വിളിച്ച കൂട്ടുമ്പത്തെ ഒരു കാരണത്തിന് ഞാൻ ഉറപ്പാണ്. വൈജുവേട്ടൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവളെ വിളിച്ച് പറയണ്ട. ഇത് അമ്മയുടെ മോളിലേക്ക് വിളിച്ച് പറയാ. ഒരബദ്ധം പറ്റിയടാ. അന്ന് കുണ്ടിവരല്ലായിരുന്ന. അവളിപ്പോ എങ്ങനെ സുഖാണോ? അവള് സുഖമായിട്ടിരിക്കണ്. 2 കുട്ടികളൊക്കെ ആയി. ഓ എന്താട്ടാ ചേട്ടനൊരു വിഷമം? ഒന്നുമില്ല. എന്നാലും ചേട്ടൻ എന്താ 2 കുട്ടികളായില്ലേ? ആയി അതപ്പോ വിഷമം. ചേട്ടൻ എന്തിനാ വിഷമിക്കണേട്ടാ? ചേട്ടാ ഈ പ്രേമിച്ച് കേട്ടാത്ത നന്നായി. എന്റെ പെങ്ങളായതുകൊണ്ട് പറയില്ലല്ലോ. ഈ പെമ്പിള്ളേരൊക്കെ കണക്കാണ്. ഈ പ്രണയിച്ച് കല്യാണം കഴിച്ചാലേ ഇവളുമാർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഇവളുടെ മുമ്പിൽ പാട്ടിയുടെ പോലെ നിക്കണം. ഇവളുടെ മുമ്പിൽ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഇവളുടെ അച്ഛന്റെയും ഇവളുടെ അമ്മയുടെയും എല്ലാവരുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അതല്ലേ? ഇതാരടുത്ത ഞാനാന്ന് തോന്നുന്നുണ്ട്. ഹലോ. നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ഞാൻ നിന്റെ തലയിൽ കയറല്ലേ? എന്റെ വീട്ടുകാരെ സഹിക്കേണ്ടി വരുമല്ലേ? ഇതൊക്കെയാണല്ലോ നിന്റെ മനസ്സിലിരിപ്പോ. എന്ത് പരിപാടിയാണ് ഏട്ടാ കാണിച്ചത്? ഒന്ന് കുറച്ച് സന്തോഷിച്ചിരുന്നത്. അപ്പൊക്കെ ഒരു ദുഃഖം കൊടുത്തത്. വേണ്ട, ഒന്നും പറയണ്ട. അതൊരു സിനിമയിലത്തെ ഡയലോഗാണ്. ഞാനത് ചേട്ടനടുത്ത് പറഞ്ഞു കൊടുത്താ സത്യമായിട്ടു. നീ എന്റെ മുന്നിൽ വരുമ്പോ ഇതൊക്കെ ഉള്ളിൽ വെച്ച് നാടകം കളിക്കായിരുന്നല്ലേ? ഷോർട്ട് ഫിലിം കോപ്പ്